പാലക്കാട് മംഗലം ഡാം നേർച്ചപ്പാറയിൽ നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി പട്ടാപ്പകൽ കടുവ. മലയോര മേഖലയായ മംഗലം ഡാം നേർച്ചപ്പാറയിൽ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ. ചൊവ്വാഴ്ച രാവിലെ 7:40 നേർച്ചപ്പാറ താഴത്തേൽ സണ്ണിയാണ് വീടിന് സമീപത്തുള്ള കൃഷിയിടത്തിൽ 30 മീറ്റർ അകലത്തിൽ കടുവയെ കണ്ടത്. റബ്ബറിന്റെ റീപ്ലാന്റിംഗ് ജോലികൾ നടക്കുന്ന പറമ്പിലൂടെ വീട്ടുവളപ്പിലുള്ള പശുത്തൊഴുത്തിനടുത്തേക്ക് കടുവ നടന്നുവരികയായിരുന്നെന്ന് സണ്ണി പറഞ്ഞു. ഞാൻ രാവിലെ കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ഈ സാധനത്തിനെ കാണുന്നത്. കണ്ട് ഒരു 30 മീറ്റർ അകലെ വെച്ചാണ് ഇതിനെ കാണുന്നത്. കണ്ട് കഴിഞ്ഞ ശേഷം എൻ്റെ രണ്ട് കൂടുണ്ടായിരുന്നു. ആ കൂട് ഞാനിങ്ങനെ താഴെ വെച്ചിട്ട് ഫോണിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോഴത്തേക്ക് കൂട് താഴെ വെക്കുന്നത് ഈ സാധനം കണ്ടിട്ട് അങ്ങനെ തന്നെ ഇത് ഓടി മറിയുക ചെയ്തു, മുകളിലേക്ക് കയറി മറിയുക ചെയ്തു. സമയം 7:40 രാവിലെ പുലർച്ചെ സമയം. അധികം നേരം കണ്ടായിരുന്നു? അധികം നേരം കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ കണ്ടു. അത് എന്നെ കണ്ടില്ലായിരുന്നു ഈ സാധനം. എന്നെ കാണാതെ കൊണ്ട് നടന്നു വരികയായിരുന്നു. നടന്നു വന്നു വെച്ചപ്പോൾ ഞാൻ കൂട് താഴെ വെക്കുമെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഇത് എന്നെ കണ്ടത്. എന്നെ കണ്ട വഴി തന്നെ ഞാൻ ഫോൺ എടുത്തപ്പോഴത്തേക്കും തന്നെ കാരണം ഓടി മറിയത്. ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. നേരെ ഒന്നും വന്നില്ല. എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി മറിയ ചെയ്തു. കടുവ തന്നെയാണെന്ന് ഉറപ്പായി. എന്നാ കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കാൽപ്പാടൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് നോക്കി. അപ്പോൾ വരയുണ്ട്, ശരിക്കും വരയുണ്ട്. തോട്ടത്തിൽ കാൽപ്പാടുകളും പതിഞ്ഞിട്ടുണ്ട്. തുടർന്ന് കടുവയോടി സമീപത്തുള്ള തൊടിയംപ്ലാക്കൽ ആലീസ് ചാക്കോയുടെ റബ്ബർ തോട്ടത്തിലേക്ക് കടന്നു. സ്ഥലത്തെത്തിയ മംഗലം ഡാം വനപാലകർ പടക്കം പൊട്ടിക്കുന്നതിനിടെ കടുവ സമീപത്ത് കാട് മൂടിക്കിടക്കുന്ന പറമ്പിലേക്ക് ചാടി. തുടർന്നും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കാട്ടാനയും പുലിയും മുമ്പ് ഈ പ്രദേശങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് നേർച്ചപ്പാറയിൽ കടുവയെ കാണുന്നത്. ഇതോടെ മേഖലയിലെ നാട്ടുകാർ ഭീതിയിലാണ്. പിന്നീട് വനംവകുപ്പ് സ്ഥലത്തെത്തി 2 ക്യാമറകൾ സ്ഥാപിച്ചു. കടുവയെ കണ്ടെന്നു പറയുന്ന പശുത്തൊഴുത്തിന് സമീപത്താണ് ഒരു ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ട കടുവ പറമ്പിക്കുളം വനമേഖലയിൽ നിന്നും ഉള്ളതാണെന്നും ഏകദേശം 12 വയസ്സോളം പ്രായം വരുന്ന കടുവയാണ് ഇവിടെ കണ്ടതെന്നും വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കടുവയെ കണ്ട സ്ഥലത്ത് വീണ്ടും കണ്ടാൽ കടുവയുടെ സഞ്ചാരപഥം ഉറപ്പിച്ച് കൂട് സ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. രണ്ടാമത് വീണ്ടും കടുവയെ കണ്ടു എന്ന് പറഞ്ഞ ആലീസ് എന്നാളുടെ സ്ഥലവും പരിശോധിച്ചു. ഈ രണ്ടിടത്തും അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ആയതനുസരിച്ച് മേലോഫീസർമാരുടെ നിർദ്ദേശാനുസരണം ഈ സ്ഥലങ്ങളിൽ ഞങ്ങളിന്ന് ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. തുടർന്ന് ഈ സ്ഥലങ്ങളിൽ രാവും പകലും ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള നിരീക്ഷണത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. പ്രദേശവാസികളോട് പറയാനുള്ളത്, ഇത് കൂടുതലായിട്ട് ജനവാസ മേഖലയാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളും അതുപോലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ മുതലുള്ള ആൾക്കാരുണ്ട്. അപ്പം റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരോടും പണിക്കാരോടും പറയാനുള്ളത്, പകൽ സമയത്തും അതുപോലെ രാത്രി കാലഘട്ടങ്ങളിലും ഇതുവഴി പോകുന്ന ആൾക്കാർ വളരെ സുരക്ഷിതമായ രീതിയിൽ വേണം പോകാൻ. പകൽ വെട്ടം വന്നതിന് ശേഷം മാത്രമേ കൂടുതലായിട്ട് ടാപ്പിംഗ് പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടാവൂ എന്നാണ് പറയാനുള്ളത്. ഏത് സമയത്തും ഞങ്ങളുടെ നമ്പറുകൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ 24 മണിക്കൂറും ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുകയും ഞങ്ങളുടെ കർശനമായ നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. UTV ന്യൂസ്, പാലക്കാട്.